വർക്കല ചെമ്മരുതിയിൽ ഔഷധ സസ്യ ഉദ്യാനം നാടിന് സമർപ്പിച്ച് വനം മന്ത്രി. ചെമ്മരുതി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഔഷധ സസ്യ ഉദ്യാനം മന്ത്രി എ കെ ശശീന്ദ്രൻ നാടിന് സമർപ്പിച്ചു. ഇന്ന് ഭൂമിയിൽ വംശനാശം നേരിടുന്ന അത്യപൂർവമായ ഔഷധ സസ്യങ്ങൾ നട്ടുപരിപാലിച്ച് വരും തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിച്ച യോഗ ഹാളും നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലുടനീളം ആരംഭിക്കാൻ പോകുന്ന യോഗ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തുന്ന ലാബിന്റെ പ്രവർത്തനോദ്ഘാടനവും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യക്കാകെ മാതൃകയായ വിധത്തിൽ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രാദേശിക ചികിത്സാ കേന്ദ്രങ്ങൾ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി തുടങ്ങിയ മറ്റ് ചികിത്സാ രീതികളായാലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുടെ പ്രയോജനം എല്ലാ ചികിത്സാ മേഖലകളിലും പ്രയോഗിച്ചുകൊണ്ട് പരസ്പര പൂരകമായ വിധത്തിൽ പ്രവർത്തിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിശദീകരിച്ചു. ആയുർവേദം എന്താ ചെയ്യുന്നത്? അലോപ്പതി രോഗത്തെ ചികിത്സിക്കുമ്പോൾ ആയുർവേദം രോഗിയെയാണ് ചികിത്സിക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ടും ചികിത്സിച്ചുകൊണ്ടും ചികിത്സ കഴിയുമ്പോൾ ആരോഗ്യവാനായി തിരിച്ചു പോകുന്ന ഒരു ചികിത്സാ രീതിയും ചികിത്സിച്ചു കഴിഞ്ഞ് രോഗം മാറിയാലും പിന്നെയും മറ്റു രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു ചികിത്സാ രീതിയും തമ്മിലുള്ളൊരു സംഘർഷമുണ്ടോ ഇപ്പോൾ നടക്കുന്നത് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആധുനിക സൗകര്യങ്ങളുടെ പ്രയോജനം എല്ലാ ചികിത്സാ മേഖലയിലും പ്രയോഗിച്ചുകൊണ്ട് പരസ്പര പൂരകമായ വിധത്തിൽ പ്രവർത്തിക്കണമെന്നാണ്. അതിന് ഇവിടെ നേതൃത്വം നൽകാൻ കഴിയുന്ന സമർത്ഥമായ ഒരു പ്രാദേശിക ഭരണകൂടമാണുള്ളത് എന്നെനിക്ക് തോന്നുന്നു. നമുക്കിനി വേണ്ടത് ഈ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി സംയുക്തമായി ഒരു ആലോചനയും അതിൻ്റെ ഭാഗമായി ഒരു കോൺക്ലേവും നടത്തുന്നത് നന്നായിരിക്കും എന്നുകൂടി നിർദ്ദേശമുണ്ട്. ചെമ്മരുതി കൃഷിഭവന്റെ കൃഷി സമൃദ്ധി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഫലവൃക്ഷ തൈകൾ കർഷകർക്ക് നൽകിക്കൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് വർക്കല ബ്ലോക്കിൽ കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടുകയും എല്ലാ കൃഷിയിടങ്ങളിലും സാന്നിധ്യമറിയിക്കുകയും കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രേമവല്ലിയെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വാർഡ് മെമ്പർ അഭിരാജ് സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശൈലി എസ് രാജു കൃതജ്ഞത രേഖപ്പെടുത്തി. ഡോക്ടർ അജിത ആദിയടത്ത്, അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ, അഡ്വക്കേറ്റ് ബി രവികുമാർ, ടി എൻ സിനിമോൾ, ഷോണി, സുനിൽ ശ്രീധർ, വാർഡ് മെമ്പർമാരായ കെ ബി മോഹൻലാൽ, ജി എസ് സുനിൽ, സ്മിത എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബീക്കൺ ന്യൂസ്, വർക്കല.